പ്രിയപ്പെട്ടവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ജനനത്തിന് വേണ്ടി 25 ദിവസം നോമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുങ്ങുന്നൊരു കാലഘട്ടം. വിശുദ്ധ കുർബാന അർപ്പിച്ചും ത്യാഗപ്രവൃത്തികളൊക്കെ ചെയ്ത് ഈശോയുടെ ജനനത്തിന് വേണ്ടി നമ്മളിങ്ങനെ ഒരുങ്ങുകയാണ് 25 ദിവസം. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലത്ത് നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രഭാഷകൻ്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം നമ്മളെ ക്രിസ്തുമസിന് വേണ്ടി ഒരുക്കുന്നുണ്ട്. വചനപ്രകാരമാണ്: പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, അപ്പനെ സ്നേഹിച്ചാൽ നമുക്ക് കുറച്ച് സമാധാനവും സന്തോഷവും അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് വചനം പറയുക. നമ്മളെല്ലാവരും അപ്പനെ സ്നേഹിക്കുന്നവരാണ്, മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്നവരാണ്. അപ്പന്മാർ പലപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കാറില്ല. അവരവരുടെ ജോലി തിരക്കും മറ്റു കാര്യങ്ങളെ കൊണ്ട് നമ്മളോട് അധികം കുറച്ച് ദേഷ്യത്തിലോ അല്ലെങ്കിൽ പൗരുഷത്തോടു കൂടിയൊക്കെ പെരുമാറാറ്. നമ്മുടെ തിരിച്ചുള്ള അപ്പനോടുള്ള സ്നേഹം പലപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൻ നമ്മളോട് എങ്ങനെയാണോ തിരിച്ച് അങ്ങനെ തന്നെ നമ്മൾ സ്നേഹിക്കാറ്. നമുക്ക് ഈ ഒരു ക്രിസ്മസിൽ ഒരു ദിവസം ഇന്ന് നമുക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് കുടുംബപ്രാർത്ഥന എത്തിക്കുമ്പോൾ അപ്പൻ്റെ കൈയൊന്ന് തുറന്നു നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് ജോലി തിരക്കിൻ്റെ കാരണം തയ്യുമ്പൊക്കെ വന്ന് നല്ല ഇരുമ്പ് പോലെ ഇരിക്കുന്ന കയ്യാ. ആ കൈ പിടിച്ചൊന്ന് താങ്ക് യു പറഞ്ഞൂടെ? അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയാൻ ശ്രമിക്കാം. ഒന്നൊരു കുറേ നാളെയിൽ അപ്പനോടൊന്ന് ഐ ലവ് യു ഒക്കെ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പം നമ്മളെ സ്നേഹിക്കുന്നേ തിരിച്ച് നമുക്ക് ചിലപ്പോൾ ഒന്ന് നൈസായിട്ടൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല ഗിഫ്റ്റൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്രിസ്മസ് അപ്പനെ ഈശോ അപ്പനെ സ്നേഹിച്ച പോലെ നമുക്ക് അപ്പനെ സ്നേഹിക്കാം, അപ്പനെ ചേർത്ത് പിടിക്കാം, അപ്പനെ കുറച്ചുകൂടി മനസ്സിലാക്കാം, അപ്പൻ്റെ അധ്വാനങ്ങൾ മനസ്സിലാക്കാം, അപ്പൻ്റെ ജീവിതാവസ്ഥകൾ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള വചനഭാഗം നമ്മളെ ഒരുക്കുന്നത് കുറച്ചുകൂടി അപ്പനെ ആഴത്തിൽ മനസ്സിലാക്കാൻ, നമ്മൾ സ്നേഹിക്കുന്ന അപ്പനെ കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു വചനഭാഗമാണത്. എല്ലാവർക്കും സാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നന്നായി ക്രിസ്മസിന് ഒരുങ്ങുക. അപ്പോൾ കാണാം. താങ്ക് യു.